ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു പഞ്ചാബി ചിക്കൻ കറിയുടെ റെസിപ്പിയുമായിട്ടാണ്. നമ്മൾ സാധാരണ ഉണ്ടാക്കാറുള്ള ഒരു ചിക്കൻ കറിയിൽ നിന്നും വ്യത്യസ്തമായിട്ട് നല്ല തിക്ക് ഗ്രേവിയോടുകൂടെ തയ്യാറാക്കിയെടുക്കുന്ന ഒരു ചിക്കൻ കറിയാണിത്. മാത്രമല്ല ഒരു പ്രത്യേക ടേസ്റ്റ് കൂടിയാണ്. നമ്മൾ ഒരിക്കൽ തയ്യാറാക്കിയാൽ വീണ്ടും വീണ്ടും തയ്യാറാക്കും. അപ്പോൾ ഒട്ടും താമസിക്കാതെ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കാണാം. ഈ ഒരു പഞ്ചാബി ചിക്കൻ കറി തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ചിക്കനൊക്കെ നന്നായിട്ട് കഴുകി അതിലെ വെള്ളമൊക്കെ കളഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. ഞാനിവിടെ എല്ലോട് കൂടിയ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എടുക്കാം. ആദ്യം തന്നെ ഇതൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ഉപ്പും 1/4 കപ്പ് തൈരും ചേർത്ത് കൊടുക്കാം. ഇനി ഇത് കൈ ഉപയോഗിച്ച് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇനി ഇതൊരു മിനിമം 30 മിനിറ്റെങ്കിലും മാറ്റി വെക്കുക. ഇനി ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഈ ചിക്കൻ കറിയിലേക്ക് ആവശ്യമായ മസാല തയ്യാറാക്കാം. ഒരു പാൻ സ്റ്റവിൽ വെക്കാം. പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഏകദേശം ഒരു 2-3 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇനി ഇതിലേക്ക് സ്പൈസസ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 പട്ട, 3 ഏലക്കായ, 4 ഗ്രാമ്പു, 1 ബേ ലീഫ് എന്നിവയാണ് ചേർത്തിട്ടുള്ളത്. ഇനി ഈ സ്പൈസസ് എണ്ണയിലിട്ട് ഒന്ന് മൊരിയിച്ചെടുക്കാം. ഇതൊന്ന് മൊരിഞ്ഞു വരുമ്പോൾ ഇതിലേക്ക് ഇനി 2 മീഡിയം സൈസ് സവാള നീളത്തിൽ കനം കുറച്ച് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഇനി ഈ സവാള മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഏകദേശം 1 മിനിറ്റോളം ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. ഈ സവാള ജസ്റ്റ് ഒന്ന് വാടി വരുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. ഈ ജീരകം കൂടെ ചേർത്ത് ഒന്ന് മൊരിഞ്ഞു വരുമ്പോൾ ഇതിലേക്ക് ഇനി 1 ഇഞ്ച് വലുപ്പമുള്ള ഇഞ്ചി ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ ഒരു 8 വെളുത്തുള്ളിയും ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ചേർത്തതിന് ശേഷം ഇനി ഏകദേശം ഒരു 5 മിനിറ്റോളം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ആ ഒരു പച്ച മണമൊക്കെ മാറി സവാളയൊക്കെ ഒന്ന് സോഫ്റ്റായി വരുന്നത് വരെ ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇതിപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും സവാളയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം തണുക്കാൻ വേണ്ടിയിട്ട് ഇതൊന്ന് മാറ്റി വെക്കാം. തണുത്തതിന് ശേഷം നമുക്കിതെല്ലാം അരച്ചെടുക്കണം. ഇതിപ്പോൾ നമ്മൾ വഴറ്റി മാറ്റി വെച്ചിരുന്ന സവാളയുടെയും ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ആ ഒരു ചൂടൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒരു മിക്സി ജാറിലിട്ട് നന്നായിട്ട് ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. ഇതിപ്പോൾ നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് അരയ്ക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഏകദേശം 1 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ചിക്കൻ കറി തയ്യാറാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി നേരത്തെ സവാള വഴറ്റാൻ ഉപയോഗിച്ച അതേ പാനിൽ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നേരത്തെ അരച്ച് മാറ്റി വെച്ചിരുന്ന ഒരു അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഈ ഒരു അരപ്പ് ഒരു 2 മിനിറ്റ് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒന്ന് വഴറ്റിയെടുക്കാം. നമ്മൾ ഈ ഒരു പഞ്ചാബി ചിക്കൻ കറിയിൽ ഈ സവാളയൊക്കെ വഴറ്റി ഇതുപോലെ പേസ്റ്റ് ആക്കിയിട്ട് ചേർക്കുന്നതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഗ്രേവി നല്ല തിക്കായിരിക്കും. ഇതിപ്പോൾ ഈ ഒരു അരപ്പ് നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് 2 തക്കാളി അരച്ചതാണ്. ഞാനിവിടെ 2 മീഡിയം സൈസ് പഴുത്ത തക്കാളി മിക്സി ജാറിലിട്ട് അരച്ചെടുത്തിട്ടാണ് ചേർത്തിട്ടുള്ളത്. ഈ ഒരു പേസ്റ്റ് കൂടെ ചേർത്തതിന് ശേഷം എല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഒരു 2-3 മിനിറ്റ് ഈ തക്കാളിയുടെ ഒന്ന് കുക്കാകാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്ത ഒരു ടൊമാറ്റോ പേസ്റ്റൊക്കെ വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് വഴണ്ട് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഈ ഒരു പരുവാകുമ്പോൾ ഇതിലേക്ക് ഇനി കുറച്ച് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ ചെറുജീരകപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഇനി ഈ ഒരു മസാലപ്പൊടികളൂടെ ഇതിലേക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഈ മസാലപ്പൊടികളൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു 3-4 മിനിറ്റ് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഒരു ലോ ടു മീഡിയം ഫ്ലെയിം വെച്ച് തന്നെ ഇത് വഴറ്റിയെടുത്താൽ മതി. ഇതിപ്പോൾ മസാലപ്പൊടികളൊക്കെ നന്നായിട്ട് വഴറ്റി അതിൻ്റെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന ആ ഒരു ചിക്കൻ പീസസ് ആണ്. ഈ ചിക്കൻ പീസസ് കൂടെ ഇതിലേക്ക് ചേർത്തതിന് ശേഷം ഈ മസാലയൊക്കെ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ ഒരു ചിക്കൻ പീസസ് എല്ലാം തന്നെ മസാലയിൽ ഏകദേശം ഒരു 3 മിനിറ്റോളം ഇതൊന്ന് വഴറ്റിയെടുക്കണം.
ഇതിപ്പോൾ ഈ ചിക്കൻ പീസസ് ഒക്കെ നന്നായിട്ട് മസാലയിൽ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. 5 മിനിറ്റിന് ശേഷം ഇതൊന്ന് തുറന്ന് നോക്കാം. ചിക്കൻ പീസസിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് അടിയിൽ പിടിക്കാതിരിക്കാൻ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാലയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഈ ഒരു ഗരം മസാലയൂടെ ചേർത്തതിന് ശേഷം ഇതൊന്നുകൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് 250 ml ചൂടുവെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. വെള്ളം കൂടെ ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ഇനി ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ നേരത്തെ ചിക്കൻ മാരിനേറ്റ് ചെയ്തപ്പോൾ ഓൾറെഡി ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആവശ്യത്തിനുള്ളത് മാത്രം ചേർത്ത് കൊടുക്കുക. ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇനി ഇത് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ 15 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. 15 മിനിറ്റിന് ശേഷം ഇതൊന്ന് തുറന്ന് നോക്കാം. ഇതിപ്പോൾ ചിക്കനൊക്കെ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. എണ്ണയൊക്കെ മുകളിൽ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കസൂരി മേത്തിയാണ്. 1 ടീസ്പൂൺ കസൂരി മേത്തിയാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഈ ഒരു കസൂരി മേത്തി ചേർത്തതിന് ശേഷം ഇതോടൊപ്പം തന്നെ കുറച്ച് മല്ലിയിലയൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു കസൂരി മേത്തിയും മല്ലിയിലയും ചേർത്തതിന് ശേഷം തുറന്നു വെച്ച് തന്നെ ഒരു 3 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഏകദേശം 3 മിനിറ്റോളം കൂടെ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ കേട്ടോ ഈ ഒരു പഞ്ചാബി സ്റ്റൈലിൽ ചിക്കൻ കറി തയ്യാറാക്കാൻ. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാവുന്ന നല്ല തിക്ക് ഗ്രേവിയോട് കൂടിയ ചിക്കൻ കറിയാണിത്. നമ്മളിതിലേക്ക് എക്സ്ട്രാ ആയിട്ട് കളറൊന്നും തന്നെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ആ ഒരു കാശ്മീരി ചില്ലി പൗഡറിൻ്റെയും ടൊമാറ്റോ പേസ്റ്റിൻ്റെയും കൂടിയുള്ള ഒരു കളറ് ഈ ഒരു കറിക്ക് കിട്ടിയിട്ടുണ്ട്. മാത്രമല്ല ഒരു പ്രത്യേക ടേസ്റ്റും ഫ്ലേവറും കൂടിയാണ് ഈ ഒരു സ്പെഷ്യൽ ചിക്കൻ കറിക്ക്. ചപ്പാത്തി, നാൻ, റൈസിൻ്റെ കൂടെ ഒക്കെ സെർവ് ചെയ്യാൻ പറ്റിയ നല്ലൊരു കോമ്പിനേഷനാണ് ഈ ഒരു ചിക്കൻ കറി. അപ്പോൾ എല്ലാവരും തന്നെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്തേക്കണേ. അപ്പോൾ ഇനി അടുത്തൊരു കിടിലൻ വെറൈറ്റി വീഡിയോയുമായി കാണുന്നത് വരെ ബൈ ബൈ, ടേക്ക് കെയർ.